ഹലോ ഗെയിമേഴ്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഫുട്ബോൾ 2025 ചൈനീസ് വെർഷൻ നമുക്ക് എങ്ങനെ ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷിലേക്ക് മാറ്റാമെന്നാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് EZ സ്ക്രീൻ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസിന് ഏറ്റവും മുകളിലായി ഒരു ചുവന്ന ബട്ടൺ കാണിച്ചെന്ന് വിചാരിച്ചാൽ ആ ബട്ടൺ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഫ്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. ആ ഫ്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ചൈനീസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ആ റെഡ് പവർ ബട്ടൺ ഞെക്കുക. ആ റെഡ് പവർ ബട്ടൺ ഞെക്കുമ്പോൾ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷൻ കൊടുത്ത ശേഷം നമ്മൾ ആ റെഡ് ബട്ടൺ ഞെക്കുമ്പോൾ നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റെഡ് കളർ ഐക്കൺ ഗ്രീൻ കളർ ഐക്കൺ ആവുകയും പിന്നെ നമ്മുടെ സ്ക്രീനിൽ ഒരു സർക്കിൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതിനർത്ഥം നമ്മുടെ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആയി എന്നാണ്. ശേഷം നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുക. പിന്നെ എവിടെയാണോ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കേണ്ടത്, അതായത് ചൈനീസിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കേണ്ടത്, അവിടെ ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ സർക്കിളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ചൈനീസ് പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആവും. നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഇതിനെക്കുറിച്ച് വരുവാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അടുത്ത വീഡിയോ ഇറക്കാം. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.